നവരാത്രി ആഘോഷ നിറവിലാണ് തലസ്ഥാനവും. ബൊമ്മക്കൊലുകൾ ഒരുക്കിയും പ്രാർത്ഥന നടത്തിയും മഹാനവരാത്രിയെ ഒത്തൊരുമയുടെ ആഘോഷമാക്കുകയാണ് നാട്. പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ പുതുതലമുറയ്ക്ക് പുത്തൻ സന്ദേശമാക്കി പകരുന്നുണ്ട് ഇവിടെ. സ്ത്രീശക്തി, മഹാശക്തി, മാതൃത്വം, യുവതി, ബാലിക, ഉർവരത, ഐശ്വര്യം, വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. ആ ആഘോഷ ദിനങ്ങൾ ഭക്തിയുടെയും ഒത്തൊരുമയുടെയും പുത്തൻ സന്ദേശങ്ങളാണ് പകരുന്നത്. വീടുകളിൽ ബൊമ്മക്കുലുകൾ ഒരുക്കിയും പ്രത്യേക പൂജ നടത്തുകയാണ് തലസ്ഥാനവാസികൾ. തങ്ങൾ അനുഭവിച്ചു വന്ന അറിവും വെളിച്ചവും പുതുതലമുറയ്ക്ക് നൽകുകയാണ് പ്രമുഖ നടി മേനക. വീട്ടിൽ ബൊമ്മക്കുലു ചിട്ടയായി ഒരുക്കി പ്രാർത്ഥനാമുഖരിതമായ കാഴ്ച. ബൊമ്മക്കുലു ഒരുക്കുന്നതിനുമുണ്ട് ഇവിടെ ചില ചിട്ടകൾ. നവരാത്രി എന്ന് പറയുന്നത് മഹിഷാസുര മർദിനിയെ തൊഴുന്നതാണ്. അതായത് മഹിഷാസുരനെ കൊന്നതിൻ്റെ വിജയമായിട്ടാണ് 9 ദിവസം നമ്മൾ അത് കഴിഞ്ഞ് 10ാമത്തെ ദിവസമാണ് അത് സന്തോഷമായിട്ട് അത് ആഘോഷിക്കുന്ന ദിവസമാണ് ദശമി എന്നുള്ളത്. ആദ്യത്തെ 3 ദിവസം പാർവതി, അടുത്ത 3 ദിവസം മഹാലക്ഷ്മി, അടുത്ത ലാസ്റ്റ് 3 ദിവസമാണ് സരസ്വതിയായിട്ട്. അപ്പോൾ ആ ദിവസത്തിലാണ് നമ്മൾ സരസ്വതി പൂജ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ പുസ്തകങ്ങൾ പിന്നെ കലാപരിപാടിയായിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം വയ്ക്കും. പുത്തൻ തലമുറയ്ക്ക് സനാതനധർമ്മം പകരുന്നത് കൂടിയാണ് ഒത്തൊരുമയുടെ ഈ നവരാത്രി ദിനം. അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തൊരുമിച്ച് പ്രാർത്ഥനയും വിദ്യാദേവതയ്ക്കായുള്ള സമർപ്പണവും ഇവിടെ പതിവാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, ചില പിള്ളേരെ കൊണ്ടുവരും, കൊച്ചു പിള്ളേരായാലും ശരി എല്ലാവരും വരും. പലരും വന്ന് ഇതെന്താ അതെന്താ എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കാം. അതിൽ കൂടെ അവർക്ക് ആ കഥകൾ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ കൂടെ എന്താ പറയുക, ഒരു ലെസനും കൂടെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സനാതനം, നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വീടുകളിൽ അതിഥികളായി എത്തുന്നവർക്ക് മധുരവും സമ്മാനങ്ങളും പ്രമുഖ നടി മേനകയുടെ വീട്ടിലും പതിവാണ്. 9 നാളുകളിലും അതിങ്ങനെ തുടരും. ജനം, തിരുവനന്തപുരം.